ഉമ്മ പറഞ്ഞ മറുപടി, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ മറമാടുന്ന സ്ഥലത്ത് എന്നെ മറമാടരുത്. മഹാനാകുന്ന ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പള്ളിയിൽ മുദരിസായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, എൻ്റെയൊക്കെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. മഹല്ലിൽ ഒരാൾ മരിച്ചാൽ അവരെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പിന്നീട് പള്ളിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പള്ളിയിലെ ഉസ്താദ് വന്ന് ദുആ ചെയ്തതിന് ശേഷമാണ് പള്ളിയിലോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ ഹസൻ ബസരി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു തമ്മാടിയായൊരു മനുഷ്യൻ മരിച്ചു. മരിച്ച സമയത്ത് മയ്യത്തെടുക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുക്കൽ ചെന്നു, ഹസൻ ബസരിയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ മയ്യത്തെടുക്കാൻ വേണ്ടി വരില്ല. എന്താ കാരണം? അദ്ദേഹം ഒരു ഫാസിക്കായ മനുഷ്യനായിരുന്നു, എല്ലാവരാളും വെറുക്കപ്പെട്ടൊരു മനുഷ്യനാണ്. ഇത് പറഞ്ഞപ്പോൾ ഹസൻ ബസരിയോട് വീട്ടിലോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടയാൾ മടങ്ങിപ്പോയി. സ്വല്പം കഴിഞ്ഞപ്പോൾ ഹസൻ ബസരിക്ക് റളിയല്ലാഹുവിൻ്റെ മഹാനുഭാവൻ പെട്ടെന്നൊരു ഉറക്ക് വന്നു. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മരണപ്പെട്ട ആൾ ഫാസിക്ക് തന്നെയാണ്, തമ്മാടി തന്നെയാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉമ്മായോട് ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ വസിയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് ആ മയ്യത്ത് പരിപാലനത്തിന് ചൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ ഹസൻ ബസരി എന്നിവർ നേരെ പോയി, വീട്ടിൽ പോയി. എന്നിട്ട് ഈ മരിച്ചു കിടക്കുന്നയാൾ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളുടെ മോന് മരണസമയത്ത് എന്താ നിങ്ങളോട് വസിയത്ത് പറഞ്ഞത്? അന്നേരം ഉമ്മ പറഞ്ഞ മറുപടി, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ മറമാടുന്ന സ്ഥലത്ത് എന്നെ മറമാടരുത്. അപ്പം ഉമ്മയാകുന്ന ഞാൻ ചോദിച്ചു, മോനെ എന്താ നീ ആ പറഞ്ഞതിൻ്റെ താല്പര്യം? അന്നേരം എൻ്റെ മകൻ എന്നോട് പറഞ്ഞത്, ഉമ്മ, ഞാൻ തമ്മാടിയായി ജീവിച്ചയാളാണ്, എനിക്കെന്താണെങ്കിലും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ശിക്ഷയുണ്ടാവും. അപ്പോൾ ഖബറിൽ കടന്ന് ഞാൻ ശിക്ഷ അനുഭവിക്കുമ്പോൾ തൊട്ടടുത്ത മുസ്ലിമീങ്ങളായ ഖബറാളികൾക്ക് ഞാൻ കാരണം ഒരു ശല്യം വരണ്ട എന്ന് വിചാരിച്ചാണ് എന്നെ മറ്റൊരു സ്ഥലത്ത് മറമാടണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഹസൻ ബസരിക്ക് മനസ്സിലായി, ആ ഒരൊറ്റ വിശാലമായ മനസ്സുകൊണ്ട്, ആ ഒരൊറ്റ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദോഷങ്ങളും അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന്. അപ്പം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഏത് കള്ളുടിയാനാവട്ടെ, ഏത് തമ്മാടിയാവട്ടെ, നരകത്തിലാണോ സ്വർഗത്തിലാണോ നമ്മൾ വിധി എഴുതാൻ പോകണ്ട. അത് മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാമിലായ ഈമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖലോക സ്വർഗത്തിൽ കടക്കുന്ന ഉറപ്പാണ്. അപ്പം സംഘടനയുടെ പേരിലോ മറ്റു വിദ്യാസത്തിൻ്റെ പേരിലോ സ്വർഗത്തിൻ്റെ അകത്താക്കണം പുറത്താക്കുന്നത് ശരിയല്ല എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ.